ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സമസ്ത മേഖലകളെയും സർവശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിന്റെ സത്യത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന നിലവാരത്തിൽ തന്നെ ഉയർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അധികം സമയം ചെലവിടുന്ന ഒരു ക്രിസ്തീയ അനുഭവം എന്നിലും നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തുടക്കത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരിക്കണം. വിശ്വാസത്തോടു കൂടിയ ആ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നമുക്ക് അതിനു വേണ്ടുന്ന ദൈവിക കൃപകളെ ചൊരിയുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ദൈവികമായ അനുഗ്രഹത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും നമ്മുടെ മെറ്റീരിയൽ പർപ്പസിന് വേണ്ടി മാത്രം ആകരുത്. ദൈവമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും കൊണ്ടുവന്ന് സ്ഥാപിക്കപ്പെടുവാൻ എന്നെ ഒന്ന് മെരുക്കിയെടുക്കണമേ. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആദ്യം എന്നിലൊരു മാറ്റം സംഭവിക്കണം. അത് കഴിഞ്ഞ് എന്നിലൂടെ കുടുംബത്തിൽ നിന്ന് സഭയിൽ നിന്നും സൊസൈറ്റിക്കകത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ കഴിയണം. ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ ഞാനും നിങ്ങളും കാണണമെങ്കിൽ ഇവിടെ ഇതാ വളരെ വ്യക്തമായി സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരും, ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ നിനക്ക് എന്ത് ചെയ്യും, കൈവശമാക്കി തരും. ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളായിരുന്നു. ദൈവം ആശ്രയമായിരിക്കുന്ന പ്രാർത്ഥനകളായിരിക്കണം. ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനസ്സും ഒരു ദൈവിക കൃപയും എന്നിൽ വെളിപ്പെട്ടാൽ എൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം അസാധാരണമായ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവമേ എന്നെ ഈ 2025 മറ്റാരേക്കാളും മേൽത്തരമായി ഉപയോഗിക്കണമേ. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങളിൽ എന്നെ ഒരു ചരിത്രമാക്കി ദൈവം മാറ്റണമേ. എൻ്റെ പ്രാർത്ഥനാ ജീവിതം അതിനായിട്ട് ഞാൻ ഒഴിഞ്ഞു വയ്ക്കുന്നു എന്ന് എത്ര പേർ ഇന്ന് പകലിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നു? പ്രാർത്ഥനയിലൂടെ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവവചനത്തിനും ദൈവിക പ്രാർത്ഥനയ്ക്കും ഒരു മുൻപന്തി കൊടുക്കുന്ന, ഒരു മുൻഗണന കൊടുക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം എടുത്ത് സത്യസന്ധമായും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനാണോ, നിശ്ചയമായും ഈ 2025 നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും. നീ ഇന്ന് വരെ കാണാത്ത ചില ദൈവിക അത്ഭുതങ്ങളുടെ കലവറകൾ ഈ ദിവസങ്ങൾ തുറന്നു തന്നെ വരിക. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരും, ഭൂമിയുടെ അറ്റങ്ങളെ നിനക്ക് ഞാൻ കൈവശമാക്കും. അങ്ങനെ ജാതികളെ അവകാശമാക്കുകയും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ അനുഭവത്തിന്റെ പ്രാർത്ഥന എന്നിലും നിങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, എൻ്റെ ജനത്തെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ അഭിഷിക്തന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജാതികളെ അവകാശമാക്കുന്ന, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഞങ്ങളുടെ അകത്ത് വെളിപ്പെടേണ്ടതിന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്കുണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. May God bless you. Jesus loves you. God be with you.